അപ്പോൾ മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മീൻ എങ്ങനെയാണ് ഉപ്പിലിടുന്നത്, ഉണക്കാൻ വേണ്ടി ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പലർക്കും അറിയാം ഈ മീൻ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന്, പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒത്തിരി മീനൊക്കെ കിട്ടുന്ന അവസരങ്ങളിൽ, അതായത് അയില, മത്തി, അതുപോലെ തന്നെ കാരൽ, അങ്ങനെയൊക്കെയുള്ള മീനാണ് നമ്മൾ ഉണക്കാനായിട്ട് കൂടുതലായിട്ട് ചൂട ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കൂടുതൽ കിട്ടുന്ന അവസരങ്ങളിൽ, കുറഞ്ഞ വിലയ്ക്കൊക്കെ കൂടുതലൊക്കെ കിട്ടുമല്ലോ, ആ അവസരങ്ങളിലൊക്കെ നമുക്കിതൊക്കെ ഉണക്കി വെച്ചാൽ നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. നമ്മൾ കടകളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഏതേ രീതിയിലാണ് ഉപ്പിലിടുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയുണ്ട് കേട്ടോ. 4 അംഗങ്ങളുള്ള ഒരു ഫാമിലിക്ക് നമുക്കൊരു 2 കിലോ അല്ലെ ഒരു 1.5 കിലോ മീനൊക്കെ ഉണക്കി വെച്ചിരുന്നാൽ നമുക്ക് വല്ലപ്പോഴും, നമുക്ക് ദിവസവും അങ്ങ് എടുത്ത് കൂട്ടണ്ട, ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മീൻ മേടിക്കാതൊക്കെ ഇരിക്കാം. അന്നേരം നമുക്ക് ഈ ഉണക്കമീൻ കൂട്ടാം. ഉണക്കമീൻ എല്ലാവർക്കും ഇഷ്ടമാണ് വറുത്ത് കഴിക്കാനും, അത് പല രീതിയിൽ, പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കറി വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മണം കേട്ടാൽ മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ അത്രയ്ക്ക് നല്ലതാണ് ഉണക്ക മീൻ. എത്ര ചീഞ്ഞ മീനായാലും ഉണക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ വീടുകളിലൊക്കെ നമുക്കിത് ഉണക്കി സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കറി, രസമോ ഉണക്കമീനും ഒരു തോരനോ അവിയലോ ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ഒരു മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളൊരു ഉണക്കമീനൊന്ന് വറുത്തതുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പച്ചമീൻ മാറി നിൽക്കും. അപ്പോൾ അത് എങ്ങനെ ഉപ്പിലിട്ട് സൂക്ഷിച്ചിട്ട് നമുക്കത് ഉണക്കാം എന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോഴേ മീൻ ഉണക്കാനായിട്ട് ഇന്ന് ഞാൻ മീൻ ചന്ത ഞാൻ തന്നെ പോയായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ. കാരണം പുള്ളി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. കാരണം ഇത് കണ്ടില്ലേ, ഈ മീനൊക്കെ അയില പിന്നെ എനിക്ക് അങ്ങോട്ട് ഫ്രഷായിട്ട് തോന്നിയില്ല കേട്ടോ. ഫ്രഷാകാൻ തോന്നുന്നു. ഇത് രണ്ടെണ്ണം വറുത്തിട്ടും കൊള്ളരുതായിരുന്നു, മടലും ഒരു മയവില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ഇതങ്ങ് ഉപ്പിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ ചെതമ്പലാണ്. ഇപ്പോൾ ഇതിനില്ല ചെതമ്പല്, ഇത് കാരണം നല്ല അയിലയല്ല, ഫ്രഷ് അയിലയല്ല. അപ്പോൾ ഇതിൻ്റെ ചെതമ്പലാണ്ട് ഈ മുരിപ്പും ഈ തലയും ഇതിൻ്റെ കുടലും എല്ലാം അങ്ങ് മാറ്റി. നമുക്ക് ഈ തലയൊന്നും വേണ്ട. ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ചെകളയും, ഇതിന് ചെകളയെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഇതാണ്ട് ഇതിൻ്റെ പൂവ് ഇതും അങ്ങെടുത്ത് കളയും. എന്നിട്ടാണ്ട് ഈ ചിറകും എല്ലാം എടുത്ത് കളയും. ചിറകും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ സാധാരണ മീൻ വെട്ടത്തില്ലേ, നമ്മൾ ഉപ്പിനകത്തിട്ട് പിന്നെ കഴുകത്തില്ലേ, അതേപോലെ നമ്മൾ കഴുകും. ഇവിടെ അങ്ങെടുത്ത് കളയും. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് പുളർന്നിട്ട് ഇതിനകത്തിരിക്കുന്ന വേസ്റ്റെല്ലാം എടുത്ത് കളയും. കണ്ടില്ലേ, ഇതേ രീതിയിൽ നമ്മൾ എല്ലാം നമ്മളെടുത്ത് കളഞ്ഞ് നമ്മൾ ഈ വാലും അങ്ങ് വെട്ടിക്കളയും. നമുക്ക് ഈ കണ്ണും വേണ്ട. ഇതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ ബോറ. അപ്പം നമുക്കിത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മാത്രം മതി. നമുക്ക് കഴുകുകയും വേണ്ട, തേച്ച് കഴുകുകയും വേണ്ട, ഒന്നും വേണ്ട. അപ്പം ഞാൻ ഇതേ രീതിയിലെല്ലാം ഒന്ന് വെട്ടിയെടുക്കാം. ഇതാണ്ട് ഇത് ഈ മത്തി എന്ന് പറയുന്നതേ, ഇത് കരിഞ്ചാളയെന്ന് പറയും, കരിഞ്ചാള മത്തി. നമ്മൾ മത്തിക്ക് ചാളയെന്ന് പറയും, പക്ഷേ ഇത് കരിഞ്ചാള മത്തിയാണ്, ഇത് മത്തിയല്ല. ഇത് നമുക്ക് ഉണക്കമീനായിട്ട് ഉണക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ചെതമ്പലെല്ലാം നമ്മളങ്ങ് ഇളക്കിക്കളയും. ചെതമ്പലെല്ലാം ഇളക്കി കളഞ്ഞിട്ട് നമ്മളിതിൻ്റെ വാലും കളഞ്ഞ് ഇതിൻ്റെ തല നമ്മൾ ഫുള്ളങ്ങ് കളയും. ഇതിൻ്റെ തല നമുക്ക് വേണ്ട. ഇത് നമുക്ക് അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കും, ഇങ്ങനെയൊന്നും കിട്ടത്തില്ല കേട്ടോ. അവർ തലയോടൊക്കെ വെച്ച് ഇതിൻ്റെ കുടലും എല്ലാം വെച്ചാണ് ഇവർ നമുക്ക് ഉണക്കമീൻ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് നല്ല ഉണക്കമീൻ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതേ രീതിയിൽ നമുക്കത് വീണ്ടും ഞാൻ ഈ ഒരു മത്തിയും കൂടെ ഉണ്ട്. ഇതിൻ്റെ ചെതമ്പലല്ല, ഇത് കരിഞ്ചാള മത്തിയാണേ, നമ്മൾ നെയ്മത്തിയല്ല. ഞങ്ങളിവിടെ ഇതിന് കരിഞ്ചാള മത്തി എന്നും പറയും, മറ്റേ മത്തിക്ക് നമ്മുടെ നെയ്മത്തി എന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ എല്ലാം ഞാൻ ഇതേ രീതിയിൽ അങ്ങ് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോഴേ മക്കളെ, നമ്മുടെ ഈ മീനെല്ലാം നണ്ടേ ഇതേ രീതിയിൽ ഇതിൻ്റെ ഈ ഭാഗം എല്ലാം കണ്ടിച്ച് കളഞ്ഞ് ഇതേ രീതിയിലെല്ലാം തേച്ച് കഴുകി ഇതിൻ്റെ ഇവിടെ ഈ ചകളയും തലയും എല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ. ഇതെല്ലാം
അതേ രീതിയിൽ ഞാൻ എടുത്തോട്ട് വന്നിട്ടുണ്ട്. കഴുകി ഈ സ്ട്രെയിനറിനകത്ത് വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമേ വെള്ളമില്ല. ഒരു 10-20 മിനിറ്റായി ഞാനിങ്ങനെ കഴുകി. അതുപോലെ നമ്മുടെ മത്തി തണ്ട് ഇതുപോലെ എല്ലാം കഴുകി എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ഈ പാത്രത്തിനകത്തോട്ട് നിരത്തണം. അപ്പം നമ്മൾ ഉപ്പിട്ട് അലൂമിനിയം പാത്രത്തിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിലും ഒന്നും നമ്മൾ ഉപ്പിട്ട് വെക്കാൻ പാടില്ല. അതിനൊരു രാസപ്രവർത്തനം നടക്കും അതിനകത്ത്. അപ്പോൾ അത് വിഷമായിട്ട് വിഘടിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഈ അലൂമിനിയം പാത്രത്തിൻ്റെ ഈ ഉള്ളൊക്കെ ഇങ്ങനെ പരിവരാന്നിങ്ങനെ പരുക്കം പോലെ കുമ്പള പോലൊക്കെ വരത്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിന് വളരെ ഏറെ ദോഷം ചെയ്യും. അതുപോലെ പ്ലാസ്റ്റിക്, അതായത് പ്ലാസ്റ്റിക് പിന്നെ ഉൽപ്പന്നങ്ങളിലും നമ്മളങ്ങനെ ഇടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ദാണ്ട ഈ മൺചട്ടിക്കകത്താണ് ദാണ്ട ഈ മൺകലത്തിലാണ് ഞാൻ ഈ മീന്, ഇതിപ്പം 1 കിലോ 1.5 കിലോ അയിലയുണ്ട്, 1/2 കിലോ മത്തിയും ഉണ്ട്. കരിഞ്ചാള, ചാളയല്ല കരിഞ്ചാള എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് ഇതിനകത്ത് അടുക്കി വെക്കാം. നമ്മൾ ഈ മീന് ഞാൻ നേരത്തെ ഉണക്കുന്ന ഒരെണ്ണം കാണിച്ചത്. അപ്പം നമ്മൾ ഉപ്പിലിടുന്നത് ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പിലിടുന്ന കാണിക്കുമോ ഇത് കേട്ടോ. അപ്പോൾ ഉപ്പിലിടുന്നതിന് നമ്മൾ ഒരാഴ്ച ഉപ്പിലിട്ട് നമ്മളിങ്ങനെ വെച്ചേക്കും. ഒരാഴ്ച 6 ദിവസം, ഒരാഴ്ച നമ്മൾ 7 ദിവസമാണല്ലോ. 6 ദിവസമോ 7 ദിവസമോ നമ്മളിങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരുന്നിട്ടാണ് നമ്മളിതെടുത്ത് ഇനി ഇത് പിളർക്കും. ഇപ്പം നമ്മൾ പിളർന്നാൽ ഇത് അടന്നടന്നങ്ങ് പോകും. അതുകൊണ്ട് നമ്മളിതൊന്ന് കട്ടിയായി കഴിയുമ്പോൾ പിളർന്നാൽ ഇങ്ങനെ അടരത്തില്ല. അത് ഞാൻ മറ്റേ വീഡിയോയ്ക്കകത്ത് കാണിച്ചായിരുന്നു. അപ്പം നമ്മൾ അന്നേ ഈ ഉപ്പിൽ വെയിലത്തിടാൻ എടുക്കുമ്പോഴേ ഞാനിത് പിളർന്നതിനകത്ത് ഉപ്പ് വെക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം നമ്മളിത് എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് കൊള്ളാനുള്ള മീനേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ആദ്യം ഒരു ലെയർ നിരത്തി കൊടുക്കാം. ഒരു ലെയർ ഇങ്ങനെ അങ്ങോട്ട് നിരത്തി ഇട്ടിട്ട് ഇത് കണ്ടില്ലേ, കാണാം ഉണ്ട്. ഇതേ രീതിയിൽ അങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എല്ലായിടവും എത്തണം കേട്ടോ. ഉപ്പ് ഇച്ചിരി തിക്കായാലും കുഴപ്പമില്ല. ഈ ഉപ്പിലിട്ട് വെക്കുന്ന ഒരു സാധനവും ചീത്തയാവത്തില്ല, അതറിയാവോ. അപ്പോൾ നമ്മൾ വെള്ളമില്ല ഇതിനാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ അങ്ങ് നിരത്തി ഓരോ അയില എടുത്തിങ്ങനെ നിരത്തി വെക്കുകയാണ്. കണ്ടില്ലേ. അപ്പോൾ ഒരു ലെയർ നിരത്തി. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വീണ്ടും ഉപ്പിടുവാണ്. നമ്മൾ അതേ ഉപ്പിടണ്ട കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് നിന്നാൽ മതി. കണ്ട അതേ ഉപ്പിട്ടാലും നമ്മുടെ ഈ മീനങ്ങ് ഒത്തിരി അങ്ങ് ഉപ്പ് പിടിക്കും. നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഉപ്പിട്ട് വെക്കുന്ന ഒരു സാധനവും ചീത്തയാകത്തില്ല. നമ്മൾ അധികം അങ്ങ് ഉപ്പിട്ടാലും, ഞാൻ ഇന്നാളെ ഉപ്പിട്ട് വെച്ചിരുന്നത് വെയിലത്ത് വെച്ച് നിങ്ങളെ കാണിച്ച നല്ല സൂപ്പർ മീൻ ആയിരുന്നു, സൂപ്പർ മീൻ. അപ്പോൾ ഇതിങ്ങനെ വെച്ചു. നമ്മളിനി ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും വെക്കുന്നുണ്ട്. നേരത്തെ നമ്മളിങ്ങനെ വെച്ചെങ്കിൽ ഇപ്പോൾ എന്താണ് ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കുന്നത് കേട്ടോ. അതിങ്ങനെ രീതിയിൽ വെച്ചെങ്കിൽ ഇതിപ്പം നമ്മളാണ് ഇങ്ങനെ വെക്കുന്നത്, ഈ രീതിയിലാണ് വെക്കുന്നത്. കണ്ടോ. അപ്പോൾ അയില ഇത്രയും ഇവിടെ നിരന്നു. എന്നിട്ട് നമ്മളിതിൻ്റെ പുറത്തേക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും അറിയാം കേട്ടോ, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാന്നേ. മിക്ക ആൾക്കാർക്കും അറിയാം. അയിലയൊക്കെ പിന്നെ മീനൊക്കെ വെക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. ഞാനിത് പഠിച്ചത് ഞാൻ തൃക്കുന്നപ്പഴി ഒരു 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 2 രീതിയിലും മീൻ ഉണക്കും. ഇത് അവരുടെ വീട്ടാവശ്യത്തിന് എടുക്കുന്നതാണ്. ഇങ്ങനെ എടുത്ത് അവരിങ്ങനെ വെട്ടി ഇതിൻ്റെ അടുക്കെല്ലാം കളഞ്ഞ് ഇങ്ങനെയാണ് അവർ വീട്ടാവശ്യത്തിന് എടുക്കുന്നത്. പിന്നെ നമുക്ക് കച്ചവടത്തിനായിട്ട് അവർ ഉണക്കും. ഇതുപോലെ ഇങ്ങനെയൊന്നും വെട്ടത്തൊന്നുമില്ല. അപ്പോൾ നമ്മളിനി ഈ മത്തി ഇട്ട് കൊടുക്കും അതിൻ്റെ പുറത്തോട്ടെ. ഇതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക്. അപ്പം മീനൊന്നും നമ്മൾ അതിൻ്റെ ഇടയ്ക്കോട്ട് ഇടുന്നില്ല, ഇവിടെ ഇടുന്നുള്ളൂ.
അപ്പോൾ ഈ കലത്തിനകത്ത് കൊള്ളാനുള്ളതേ ഉള്ളൂ. ഞാനോർത്ത് ഈ കലത്തിനകത്ത് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ഇത് ഒറ്റ ലെയറിന് നിരത്താനേ ഉള്ളൂ. മത്തി പിന്നെ ചെറുതല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തേക്ക് നമ്മൾ തിക്കായിട്ട് ഇച്ചിരി ഉപ്പങ്ങ് വെക്കും. ചെറുതി കുറുകി സൈഡിലോട്ടൊക്കെ ഇച്ചിരി, കാരണം സൈഡിലൊക്കെ മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ, അപ്പോൾ നമ്മൾ മത്തി പിളർക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ അയില പിളർന്നാൽ മതി. അപ്പോൾ അയില നമുക്ക് 7-ൻ്റെ അന്ന് ഇത് ഉണക്കാൻ എടുക്കുമല്ലോ, അപ്പോഴത്തേന് ഇതങ്ങ് മൂക്കും കേട്ടോ. ഇതങ്ങ് ഉറയ്ക്കും, ഈ അയില അങ്ങ് ഉറയ്ക്കും. അന്നേരം നമുക്ക് പിളർക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വെയിലെത്തും ഒക്കെ 1-2 ദിവസം 2 ദിവസം വെയിൽ കൊള്ളിച്ചാൽ മതി. അന്ന് നേരത്തെ ഞാനിട്ടപ്പോൾ 2 ദിവസം വെയിൽ കൊള്ളിച്ചതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് മുങ്ങി നിർത്താം നമുക്ക് ഉപ്പ്. ഇത് സാധനം അലിഞ്ഞ് താഴോട്ട് അങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ അതും പ്രശ്നമാകും. അപ്പോൾ നമ്മളിതിങ്ങനെ അപ്പോഴത്തേനും ശരിക്കും ഉപ്പങ്ങ് പിടിക്കും. പിന്നെ നമ്മൾ ഉപ്പ് തല്ലിക്കുടഞ്ഞ് കളഞ്ഞാൽ നമ്മൾ വെയിലത്ത് വെക്കുന്നു ഉണക്കാൻ വേണ്ടി. ഇങ്ങനെ അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്കിങ്ങനെ മീനൊക്കെ കൂടുതലൊക്കെ ഇങ്ങനെ കിട്ടുമ്പം നമുക്കിങ്ങനെ ഇതിപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു 2-3 മാസമൊക്കെ ഉപയോഗിക്കാം. നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു കണ്ടെയ്നറിനകത്ത് വെച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാം. നമുക്കിതിപ്പം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കാണും. ഇപ്പോൾ ഒത്തിരി നാൾ ഉപയോഗിക്കാൻ കാണും. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, പിന്നെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിതിങ്ങനെ ആണ് ഞാനിങ്ങനെ ഉപ്പിട്ടിലിടുന്നത് ഒക്കെ. അപ്പോൾ ഇനി ഇത് ഞാൻ അടച്ച് വെച്ച് ഇവിടെ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം വെയിലത്തിടാനായിട്ട്. നമുക്ക് എന്നിട്ട് അയില പിളർക്കുകയും വേണം. പിളർന്നിട്ട് അതിനകത്ത് ഉപ്പ് വെച്ച് നമ്മൾ ഒരു ദിവസം വെയിലത്ത് വെക്കും. പിന്നെ അത് തല്ലിക്കുടഞ്ഞ് കളഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം വെയിലത്ത് വെച്ച് നമ്മളെടുക്കും. അപ്പോൾ നമുക്കിത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ ഈ പിന്നെ പച്ച മീൻ ഉണക്കാനായിട്ട് സൂക്ഷിക്കുന്നത്. ഞാനിത് പഠിച്ചത് കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഇവിടെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരു പാത്രമാണ്, അടപ്പ് പാത്രമാണ്. ഇത് വെച്ച് ഞാനങ്ങ് മൂടി അടച്ച് വെക്കുവാണ്. ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന. അപ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം. നമുക്ക് ഒരു തിരികെ വെച്ചിട്ട് അതിൻ്റെ അകത്തിങ്ങനെ അനക്കാതെ നമ്മളങ്ങ് വെച്ചേക്കും. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നു നോക്കി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചരിച്ചു കൊടുക്കുമ്പോൾ അറിയാമല്ലോ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഈ മീനിൻ്റെ വെള്ളം എന്തായാലും ഊറി വരും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചരിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് വെക്കാം. അന്നേരം ഈ ഉപ്പൊക്കെ ചരിഞ്ഞിങ്ങനെ പോരുവാണെങ്കിൽ നമുക്ക് ആ ഉപ്പൊക്കെ കോരി എടുത്ത് ഇതേപോലെ തന്നെ വെക്കാം. ഈ ഉപ്പെല്ലാം ഒന്നും അലിഞ്ഞു പോകത്തില്ല കേട്ടോ, ഈ മീനിനകത്ത വെള്ളമായിരിക്കും ഊറി വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചരിച്ച് നോക്കിയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അങ്ങ് ഒഴുക്കിക്കളയാം. നാളെ ആയാലും മറ്റന്നാളായാലും നോക്കിയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കങ്ങ് ഊറ്റിക്കളയാം കേട്ടോ. അപ്പം അത് എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ ഈ ഉപ്പ് തന്നെ മതി. ഇതിങ്ങനെ വരിന് വേറെ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ മീനെടുത്ത് ഞാനിത് പിളർക്കുന്നതും വെക്കുന്നതും ഒക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.